ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വീഡിയോ ഓഫ് ഹൈ പോയിന്റ്. നമ്മൾ കേരള ചരിത്രമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, എല്ലാവർക്കും അറിയാം. അതിനകത്ത് തന്നെ നമ്മൾ കേരളം 1956 ശേഷം സംഭവിച്ച കാര്യങ്ങളിൽ മെയിനായിട്ട് കേരളത്തിൽ വന്ന മുഖ്യമന്ത്രിമാരെ കുറിച്ച്, അധികാരത്തിൽ വന്ന മുഖ്യമന്ത്രിമാരെ കുറിച്ചൊക്കെയാണ് പഠിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ രൂപീകരിച്ചതിനെ പറ്റിയും മുഖ്യമന്ത്രിമാരെ കുറിച്ചും ഒക്കെ നമ്മൾ പഠിച്ചു. സി അച്യുതമേനോൻ വരെയാണ് നമ്മൾ പഠിച്ചത്. അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അതിക്ക് മുന്നുള്ള മുഖ്യമന്ത്രിമാരുടെയൊക്കെ പ്രധാനപ്പെട്ട വിവരങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ കാണാത്തവർ ദൈവത്തോർത്ത് അത് പോയി കണ്ടതിന് ശേഷം മാത്രമേ ഈ വീഡിയോയിലേക്ക് വരിക. എന്നാൽ മാത്രമേ നിങ്ങൾക്കൊരു ഓർഡർ വരുള്ളൂ. നിങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊന്നും പഠിക്കാണ്ടിരിക്കുക. എല്ലാവരും ഒരു ഓർഡർലി ആയി തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്കത് ഒരു കഥ പോലെ പഠിച്ചു വയ്ക്കാനും കാര്യങ്ങൾ മെമ്മറൈസ് ചെയ്യാനും ഹിസ്റ്റോറിക്കലി അത് ലൊക്കേറ്റ് ചെയ്യാനും അത് അൾട്ടിമേറ്റ്ലി എക്സാമിൽ നമുക്ക് ക്ലെവറായിട്ടുള്ള ഇൻ്റലിജൻറ്റ് ഗസസ് നടത്താനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ കൂളായിട്ട് മാർക്കുകൾ അടിച്ചെടുക്കുക. ഓക്കെ, നമുക്ക് ഇനി പഠിക്കാനുള്ള അടുത്തതായിട്ട് പഠിക്കാനുള്ള ആൾ ആരാണ്? അത് കെ കരുണാകരൻ. ആരാ? കെ കരുണാകരൻ. വളരെ സുപരിചിതനാണ്. ലീഡർ എന്നറിയപ്പെടുന്ന ആൾ. ഈ നിങ്ങൾ സ്റ്റേജ് ഷോയൊക്കെ കണ്ട് വളർന്നേണ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, മറ്റേ സ്റ്റേജ് ഷോയിൽ കോമഡിയൊക്കെ അവതരിപ്പിക്കുമ്പോൾ എപ്പോഴും ഒരു നല്ല ട്രോൾ ചെയ്യണ ഒരാളാണ് ഈ കെ കരുണാകരൻ. പക്ഷെ അദ്ദേഹം വളരെ കുറേ കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റേതായിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ ഓർക്കാനുണ്ട്. അതൊക്കെ എന്തായാലും നോക്കൂ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രിയായിട്ടിരുന്ന ആളാണ് കേട്ടോ കെ കരുണാകരൻ. ചില്ലറക്കാരനല്ല. ഏഴാമത്തെയും 12ാമത്തെയും 13ാമത്തെയും 15ാമത്തെയും മന്ത്രിസഭകളുടെ തലവനായിരുന്നു ആര്? കെ കരുണാകരൻ. എന്നാൽ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച ആൾ കെ കരുണാകരനല്ല കേട്ടോ, ഏറ്റവും കൂടുതൽ തവണ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അറിയാവുന്ന ആളുകൾക്ക് കമൻറ്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ദൈർഘ്യം, ഏറ്റവും കൂടുതൽ ദിവസങ്ങൾ കേരള മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി ആരാണെന്ന് കമൻറ്റ് ബോക്സിലിടാം. ഓക്കെ, ഇനി ഏറ്റവും കൂടുതൽ തവണ കേരള CM ഞാൻ ഓൾറെഡി പറഞ്ഞ ആളാണ്. മാളയുടെ മാണിക്യം എന്ന് പറഞ്ഞാൽ എന്താണ്? മാള ആയിരുന്നു അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലം. മാള എവിടെയാണ്? മാള തൃശ്ശൂരിലാണ്, തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ്. മാളയുടെ മാണിക്യം എന്നറിയപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ ലീഡർ. ഞാൻ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവാണ്. ആ കോമഡിയിൽ നമ്മളിപ്പോൾ എപ്പോഴും ആളുടെ ഡയലോഗായിട്ട് വരുന്ന ഒരു കാര്യം അത്. അദ്ദേഹത്തിൽ ലീഡർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, ഇനി കേരളത്തിലെ 2ാം കോൺഗ്രസ് മുഖ്യമന്ത്രി. അപ്പോൾ ആദ്യത്തെ ആരായിരുന്നു? കേരളത്തിലെ 2ാം കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ ആരായിരുന്നു? ഓർമ്മയുള്ളവർക്ക് തീർച്ചയായും കമൻറ്റ് ചെയ്യാം. 5 വർഷം തികച്ച് ഭരിച്ച കേരളത്തിലെ ആദ്യത്തെ CM കേട്ടോ. അദ്ദേഹം ഏറ്റവും കൂടുതൽ തവണയായിരുന്നു. അതുപോലെ തന്നെ 5 വർഷം തികച്ച് ഭരിച്ച കേരളത്തിലെ ആദ്യത്തെ CM. ഇതിക്ക് മുന്നേ വന്ന എല്ലാവരും 5 വർഷം തികച്ച് കേരളത്തിൽ ഭരിച്ചിട്ടില്ല. 5 വർഷം തികച്ച് വെച്ച കേരളത്തിലെ ആദ്യ കോൺഗ്രസിൻ്റെ ആളാണ് കേട്ടോ. കോൺഗ്രസ് CM ആണ് ആര്? കെ കരുണാകരൻ. ഏറ്റവും കുറച്ച് കാലം മാത്രം ഭരിച്ച മന്ത്രിസഭയുടെ തല, അതായത് ഏറ്റവും കൂടുതൽ തവണ ഭരിച്ച ആളും അതുപോലെ തന്നെ ഏറ്റവും കുറച്ച് കാലം മാത്രം കേരളം ഭരിച്ച മന്ത്രിസഭയുടെ തലവനുമാണ് ആര്യ കെ കരുണാകരൻ. അതായത് 1977 സി അച്യുതമേനോന് ശേഷം വന്നു കഴിഞ്ഞിട്ട് അദ്ദേഹം വെറും 30 ദിവസം മാത്രമേ ഭരിച്ചുള്ളൂ. ഇനി UDFൻ്റെ സ്ഥാപനം എന്താണ്? UDF യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട്. അത് സ്ഥാപിച്ച ആള് ആരാണ്? കെ കരുണാകരനാണ്. ഏറ്റവും കൂടുതൽ അവിശ്വാസ പ്രമേയം നേരിട്ട വ്യക്തി കണ്ടോ. ഏറ്റവും കൂടുതൽ അവിശ്വാസ പ്രമേയം നേരിട്ട വ്യക്തിയാണ് ആര്? കെ കരുണാകരൻ. ഇനി കേരള പോലീസിൻ്റെ യൂണിഫോം പരിഷ്കരിച്ചു. ഇത് ഇങ്ങനത്തെ പോയിന്റ് എന്തിനാ ഇത് പഠിക്കണമെന്ന് തോന്നും. പക്ഷെ ഇത് ഇങ്ങനത്തെ പോയിന്റുകളായിരിക്കും ചിലപ്പോൾ നിങ്ങളൊരു മാർക്കിലേക്ക് ലീഡ് ചെയ്യുക. കാരണം ഇതൊക്കെ എല്ലാവർക്കും അറിയാം. ഏറ്റവും കൂടുതൽ തവണ വന്നു, ഏറ്റവും ദൈർഘ്യം കുറഞ്ഞതാണ്, 5 വർഷം തികച്ചു ഭരിച്ച കോൺഗ്രസിൻ്റെ CM ആണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷേ കേരള പോലീസിൻ്റെ യൂണിഫോം പരിഷ്കരിച്ച കേരള മുഖ്യമന്ത്രി കെ കരുണാകരനാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കാണും. ആളത് ചെയ്തിട്ടുണ്ടാവോ അങ്ങനെ നമുക്ക് തോന്നും അല്ലേ? പക്ഷേ ആളാണ് അത് യഥാർത്ഥത്തിൽ ചെയ്തത്. അപ്പോൾ ഇത് പഠിക്കാത്ത ഒരാൾക്കാർ, അറിയില്ലാത്ത ഒരാൾക്ക് തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണ് ഈ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഓക്കെ, 5 വ്യത്യസ്ത സഭകളിൽ അംഗമായിരുന്ന കേരള CM. 5 വ്യത്യസ്ത സഭകളിൽ അംഗമായിരുന്ന CM ആണ് കേട്ടോ. ആള് മുഖ്യമന്ത്രിയായിരുന്നത് 4 എന്നാൽ 5 വ്യത്യസ്ത സഭകളിൽ അംഗമായിരുന്ന CM. സഭകൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ? കൊച്ചിയിലായിട്ടുണ്ട്, കൊച്ചിയിൽ അദ്ദേഹം അംഗമായിരുന്നു. കേരള നിയമസഭയിൽ അംഗമായിരുന്നു, ലോക്സഭയിൽ അംഗമായിരുന്നിട്ടുണ്ട്, രാജ്യസഭയിൽ അംഗമായിരുന്നിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്തൊക്കെ ആൾ അംഗമായിട്ടിരുന്നിട്ടുണ്ട്. കൊച്ചിയിൽ അംഗമായിട്ടുണ്ട്,
സഭയിൽ അംഗമായിട്ടുണ്ട്. തിരുകൊച്ചി ഉണ്ടായിരുന്നപ്പോൾ അതിൻ്റെ ഒരു പ്രജാസഭ ഉണ്ടാവുമല്ലോ, അതിനകത്തും അംഗമായിരുന്നിട്ടുണ്ട്. കേരള നിയമസഭയിൽ അംഗമായിരുന്നിട്ടുണ്ട്, ലോക്സഭയിൽ അംഗമായിരുന്നിട്ടുണ്ട്, രാജ്യസഭയിൽ അംഗമായിരുന്നിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ കരുണാകരൻ്റെ ആത്മകഥ എന്ന് പറയുന്നത് പതറാതെ മുന്നോട്ട്, ആത്മകഥ പതറാതെ മുന്നോട്ട്. അപ്പോൾ നിങ്ങൾക്ക് കരുണാകരനെ പറ്റി ബന്ധിപ്പിക്കുമ്പോൾ നമുക്കറിയാം, ഒരുപാട് ആൾ ഇങ്ങനെ കോമഡിയിൽ അദ്ദേഹത്തിനെ ട്രോൾ ചെയ്യുമ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ, എന്നാൽ അത്ര കാലം കഴിഞ്ഞാലും ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും എന്നുള്ള രീതിയിൽ ആളെ എല്ലാവരും ആ കോമഡിയിൽ ട്രോൾ ചെയ്യാറുണ്ട്. അതായത് പതറാതെ മുന്നോട്ട്, എത്ര ദൂരം പോകണോ അത്ര ദൂരം ഞാൻ പതറാതെ മുന്നോട്ട് തന്നെ. ആളിങ്ങനെ ബാക്കിൽ കൈവച്ചിട്ട് ടാറ്റ കാണിച്ചായിരിക്കും ആളുടെ സ്റ്റേജിലേക്കുള്ള ആ കഥാപാത്രം അവതരിപ്പിക്കുന്ന ആൾ സ്റ്റേജിലേക്ക് എൻ്റർ ചെയ്യുക. അതായത് എന്തൊക്കെ സംഭവിച്ചാലും പതറാതെ മുന്നോട്ട്, അങ്ങനെ ഓർത്ത് വയ്ക്കുക. കെ കരുണാകരൻ്റെ ഒരു സ്വഭാവത്തെ നിങ്ങൾ ബന്ധിപ്പിക്കുക. രാജൻ്റെ കേസിൽ, അപ്പോൾ രാജൻ്റെ കേസ് എന്ന് പറഞ്ഞ ഒരു പ്രമാദമായൊരു കേസ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് രാജി വെക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഈ കേസുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് കേരളത്തിൽ ആദ്യമായി ഹേബിയസ് കോർപ്പസ്, നമ്മുടെ മറ്റേ ഇതിനകത്ത് പറഞ്ഞ സംഭവം ഹേബിയസ് കോർപ്പസ്, ഇതിനകത്ത് ദൃശ്യത്തിലൊക്കെ പറഞ്ഞ് വളരെ ഫേമസ് ആക്കിയ സാധനമില്ലേ ഹേബിയസ് കോർപ്പസ്. എന്താ, ദേഹം ഹാജരാക്കൂ, അതായത് ഒരു വ്യക്തിനെ കാണാനില്ല, അപ്പോൾ നമുക്ക് പോലീസിൽ അല്ലെങ്കിൽ കോടതിയിൽ പോയിട്ട് ഫയൽ ചെയ്യാൻ പറ്റുന്ന ഒരു റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം ജീവനോടെയോ അല്ലാതെയോ ഹാജരാക്കൂ എന്ന് പറയുന്നതാണ് ഹേബിയസ് കോർപ്പസ്. നമ്മളിതിനെ പറ്റി കൂടെ വളരെ നന്നായിട്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കും കേട്ടോ. ഏതൊക്കെയാണ് റിട്ടുകൾ, എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കും. ഇത് സമർപ്പിച്ചതാരാണ്? ഇച്ചാര വാര്യറാണ്. ഇത് കരുണാകരനെതിരെ, അതായത് മിക്ക ഇതുകളും സ്റ്റേറ്റിന് എതിരായിരിക്കുമല്ലോ. നമുക്ക് വ്യക്തികൾക്ക്, ഇൻഡിവിജ്വൽസിന് സ്റ്റേറ്റിനെതിരായിട്ട് കൊടുക്കാൻ കഴിയുന്നൊരു റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. അപ്പോൾ ഇച്ചാര വാര്യറാണ് ഇത് തന്നെ മകന് വേണ്ടിയിട്ട് കരുണാകരനെതിരെ കൊടുത്തൊരു സംഭവമാണ്. ഇനി ഈ ഇച്ചാര വാര്യർ ഒരു കൃതി എഴുതിയിട്ടുണ്ട്. അതെന്താണ്? ഒരച്ഛൻ്റെ ഓർമ്മക്കുറിപ്പുകൾ. ഇച്ചാര വാര്യർ എഴുതിയ ഒരു കൃതിയാണ് ഒരച്ഛൻ്റെ ഓർമ്മക്കുറിപ്പുകൾ. അപ്പോൾ ഇതൊക്കെയാണ് കെ കരുണാകരനെ പറ്റിയിട്ട് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. നിങ്ങൾ എന്തായാലും ഞാൻ പോണ അത്രയും സ്പീഡിൽ പോകണ്ട, പോസൊക്കെ ചെയ്ത് ഓരോ പോയിൻറ്റും ഒരു 3 പ്രാവശ്യം മിനിമമാണ്, അതിൽ കൂടുതൽ വായിക്കാൻ പറ്റുക അത് നല്ലത്. 3 പ്രാവശ്യം നല്ലോണം ഇരുത്തി വായിക്കുക. ഈ 7, 12, 13, 15 എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകും. പക്ഷേ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ നമ്മൾ ഈ മുഖ്യമന്ത്രിമാർ പഠിച്ചു തുടങ്ങുന്നതിന് മുന്നായിട്ട് തന്നെ മുഖ്യമന്ത്രിമാരുടെ ഒരു ഓർഡർ ഞാൻ ഇട്ടിട്ടുണ്ട്. റെപ്പിറ്റേഷൻ വരുന്നതൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് പിണറായി വിജയൻ വരെ ഏതൊക്കെ ആൾക്കാർ കഴിഞ്ഞിട്ട് ഏതാൾ വന്നത് എന്ന് ഞാനിങ്ങനെ കൃത്യമായിട്ട് ഇട്ടിട്ടുണ്ട്. അത് പോയി നിങ്ങൾക്ക് കാണാം കേട്ടോ. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് കഴിഞ്ഞിട്ടാണ് ആര് കഴിഞ്ഞിട്ട് ആരാ വരുന്നത് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അതിനകത്ത് 1 by 1 ആയിട്ട് പറയുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ മുഖ്യമന്ത്രിമാരെ കുറിച്ച് പഠിക്കാൻ തന്നെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആ വീഡിയോ കാണേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ലാണ്ട് ഈ വീഡിയോ ആദ്യമായി കണ്ട് നിങ്ങൾ ഈ ടോപ്പിക്ക് പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യരുത് എൻ്റെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ. ഓക്കെ, നമുക്ക് അടുത്ത ഒരു എന്തിലേക്ക് പോവാം, അടുത്ത സ്ലൈഡിലേക്ക് പോവാം. അതാരാ? AK ആൻ്റണി. നമ്മുടെ തലമുറയ്ക്കൊക്കെ വളരെ സുപരിചിതനാണ് ഇവരൊക്കെ അല്ലേ, AK ആൻ്റണി. നമ്മൾ അദ്ദേഹത്തെ ഒരുപാട് ഈ കോമഡി ഷോകളിലൊക്കെ ട്രോൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ പൊന്ന് എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് ആ ഒരു ഡയലോഗിലായിരിക്കും ഇയാളുടെ ഡയലോഗ് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയാം. 90s കിഡ്സിനൊക്കെ, ഞാനൊരു 90s കിഡ്സാണ്, അപ്പോൾ കിഡാണ്, അപ്പോൾ അത് തന്നെ കൊണ്ട് എനിക്കിതൊക്കെ ഓർമ്മയുണ്ടാവും. ഓർമ്മയുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്കും കമൻറ്റ് ബോക്സിൽ അതൊക്കെ പറയാം കേട്ടോ. ഓക്കെ, AK ആൻ്റണി 3 തവണ ഇരുന്നിട്ടുണ്ട്. നമുക്ക് 8, 16, 8ൻ്റെ ഇരട്ടിയുള്ള 16 2 കൂട്ടുന്നതാണ് 18. അങ്ങനെ മന്ത്രിസഭയുടെ തലവനായിരുന്നു AK ആൻ്റണി. 8, 16, 18. ഇദ്ദേഹമാണ് തൊഴിലില്ലായ്മ വേതനം, ചാരായ നിരോധനം ഒക്കെ ഏർപ്പെടുത്തി. ചാരായ നിരോധനമൊക്കെ വളരെ ഫേമസ് ആണ് AK ആൻ്റണിയുടെ. തൊഴിലില്ലായ്മ വേതനം, ഇതൊക്കെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. തൊഴിലില്ലായ്മ വേതനം കൊണ്ടുവന്ന ആൾ ആരാണ്? AK ആൻ്റണിയാണ്. ചാരായ നിരോധനം ഏർപ്പെടുത്തിയ ആൾ ആരാണ്? AK ആൻ്റണിയാണ്. ഈ ചാരായ നിരോധനം ഏർപ്പെടുത്തി പിന്നീടാണ് നമുക്ക് കറക്റ്റായിട്ട് ഒരു ബീവറേജിൻ്റെ സെറ്റപ്പിലേക്കൊക്കെ നമ്മൾ വരുന്നതും. കാരണം ഇങ്ങനെ ഒരു ബാലൻസിൽ പോകണമല്ലോ. ബീവറേജ് കോർപ്പറേഷൻ എന്നുള്ള സംഭവം ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ചാരായത്തിൻ്റെ ഉത്പാദനം ഇല്ലീഗൽ ആയിട്ടാണല്ലോ ചാരായം ഉണ്ടാക്കുക. അപ്പോൾ ചാരായം കൂടും. അങ്ങനെ വന്നപ്പോൾ അതൊരു ബാലൻസിലേക്കൊക്കെ പിന്നീട് വരുന്നത് ഇതിന് ശേഷമാണ്. കേന്ദ്ര മന്ത്രിസഭയിൽ അംഗമായ ആദ്യ കേരള CM. ഈ കേന്ദ്ര മന്ത്രിസഭ എന്ന് പറയുന്നത് എന്താണ്? MP മാർ അടങ്ങിയത്, അതിൽ നിന്ന് മന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാർ. അപ്പോൾ അവിടുത്തെ എന്താ പറയുക, ലെജിസ്ലേറ്റീവ് ഇതിനകത്ത് മാത്രമല്ല, മറിച്ച് അവിടുത്തെ മന്ത്രിയായി, അതായത് കേന്ദ്ര മന്ത്രിസഭയിൽ ക്യാബിനറ്റിൽ ഒരംഗമായിട്ട് മാറിയിട്ടുണ്ട്. ആര്? AK ആൻ്റണി. ആരായിരുന്നു? കേന്ദ്ര പ്രതിരോധ മന്ത്രിയായ ഏക കേരള CM ആണത്.
അതായത് കേന്ദ്ര പ്രതിരോധ മന്ത്രി. അതായത് കേന്ദ്ര പ്രതിരോധ മന്ത്രിയാകുന്ന ആദ്യത്തെ മലയാളി അല്ല കേട്ടോ എ.കെ. ആന്റണി. അതാരാണ്? അത് വി.കെ. കൃഷ്ണമേനോനാണ്. എന്നാൽ കേരളത്തിൽ CM ആയതിനു ശേഷം, കേരളത്തിൽ മുഖ്യമന്ത്രി ആയതിനു ശേഷം കേന്ദ്ര മന്ത്രിസഭയിൽ പോയിട്ട് പ്രതിരോധ മന്ത്രിയായ ആദ്യത്തെ വ്യക്തിയാണ് ആര്? നമ്മുടെ എ.കെ. ആന്റണി. എന്നാൽ കേന്ദ്ര പ്രതിരോധ മന്ത്രിയായ രണ്ടാമത്തെ മലയാളി ആരാണ്? അത് എ.കെ. ആന്റണിയാണ്. ആദ്യത്തെ ആളാട്ടോ, ഫസ്റ്റ് ആളാണ് വി.കെ. കൃഷ്ണമേനോനാണ്. വി.കെ. കൃഷ്ണമേനോനാണ് ആദ്യമായിട്ട് കേന്ദ്ര പ്രതിരോധ മന്ത്രി ആവണത്. എന്നാൽ കേന്ദ്ര പ്രതിരോധ മന്ത്രിയായ രണ്ടാമത്തെ മലയാളിയാണ് എ.കെ. ആന്റണി. ഇവിടെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, നിങ്ങളത് വീണ്ടും വീണ്ടും ഞാൻ പറയാണ്, ശ്രദ്ധിക്കുക. അതായത് കേന്ദ്ര മന്ത്രിസഭയിൽ അംഗമായ ആദ്യ മലയാളി CM ആണ് ആര്? എ.കെ. ആന്റണി. അത് കറക്റ്റാണ്. എന്നാൽ കേന്ദ്ര പ്രതിരോധ മന്ത്രിയായ ആദ്യത്തെ മലയാളി എ.കെ. ആന്റണി ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണ്. അതാരാണ്? അത് വി.കെ. കൃഷ്ണമേനോനാണ്. കേന്ദ്ര പ്രതിരോധ മന്ത്രിയായ രണ്ടാമത്തെ മലയാളിയാണ് എ.കെ. ആന്റണി എന്ന് പറഞ്ഞാൽ ശരിയാണ്. അതുപോലെ തന്നെ കേന്ദ്ര പ്രതിമന്ത്രി, അതായത് കേരള CM ആയതിനു ശേഷം കേന്ദ്ര പ്രതിരോധ മന്ത്രിയായ ഒരേ ഒരു ആളാണ് എ.കെ. ആന്റണി എന്ന് പറഞ്ഞാലും ഈ ഡേറ്റ് വരെ, അപ് ടു ഡേറ്റ് വരെ എന്താണ്, അതും കറക്റ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ കൃത്യമായിട്ട് തന്നെ പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഒരു 2-3 വട്ടം ഇതൊക്കെ വായിച്ച് നിങ്ങൾ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ കേട്ട് മനസ്സിലാക്കാനൊക്കെ ശ്രമിക്കുക. ഇനി ഏറ്റവും പ്രായം കുറഞ്ഞ കേരള CM, അദ്ദേഹം വെറും 37 വയസ്സുള്ളപ്പോൾ എന്തായി? അദ്ദേഹം CM ആയി. കേരളത്തിൻ്റെ CM ആയി അദ്ദേഹം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഏറ്റവും പ്രായം കുറഞ്ഞ കേരളത്തിലെ CM, ഏറ്റവും പ്രായം കുറവിലിരിക്കുമ്പോൾ തന്നെ CM ആയി. അദ്ദേഹം ആദ്യമായിട്ട് 8ാമത്തെ മന്ത്രിസഭയ്ക്ക് തലവനായപ്പോൾ അദ്ദേഹത്തിന് 37 വയസ്സ് മാത്രമേ പ്രായം ഉണ്ടായുള്ളൂ. ഇനി ത്രിതല പഞ്ചായത്ത് സംവിധാനം നിലവിൽ വന്നപ്പോൾ CM, നമുക്കറിയാം 1770കളുടെ തുടക്കത്തിലാണ്, 1773-74 എന്താണ് ഈ ത്രിതല പഞ്ചായത്ത് സംവിധാനം കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡൊക്കെ നടത്തി വരുന്നത്. അപ്പോൾ ആ സമയത്ത് എ.കെ. ആന്റണി ആയിരുന്നു കേരളത്തിലെ CM. പഞ്ചായത്ത് രാജ് നിയമം പാസ്സാകുന്ന സമയത്ത് CM കെ കരുണാകരനാണ് കേട്ടോ, അത് മനസ്സിലാക്കിക്കുക. അതായത് ത്രിതല പഞ്ചായത്ത് സംവിധാനം നിലവിൽ വന്നപ്പോൾ എ.കെ. ആന്റണിയാണ്. എന്നാൽ പഞ്ചായത്ത് രാജ് നിയമം പാസ്സാകുന്ന സമയത്ത് കേരളത്തിലെ CM കെ കരുണാകരനാണ്. അതായത് 1973 ഇതിൻ്റെ നിയമം പാസ്സാവുന്ന സമയത്ത് കെ കരുണാകരനാണ്. എന്നാൽ ത്രിതല പഞ്ചായത്ത് സംവിധാനം നിലവിൽ വന്നപ്പോൾ 1992 അല്ലേ, ആ കാലഘട്ടത്തിൽ 93 ആ കാലഘട്ടത്തിൽ ത്രിതല പഞ്ചായത്ത് ഞാൻ 73 എന്നാണ് പറഞ്ഞതെന്ന് തോന്നുന്നില്ലേ, സോറി, 1993 ആ കാലഘട്ടത്തിൽ 74 ആ 73-74 എൻ്റെ വായിലേക്ക് കയറി വന്നത്. 1992 ആ കാലഘട്ടത്തിൽ, 92-93 കാലഘട്ടത്തിൽ അല്ലെങ്കിൽ 92 കാലഘട്ടത്തിൽ എന്താ നമ്മുടെ ത്രിതല പഞ്ചായത്ത് രാജ് നിയമം പാസ്സാകുന്നുണ്ട്. അപ്പോൾ കേരള CM കെ കരുണാകരനാണ്. അതിന് ശേഷം നെക്സ്റ്റ് ഇയർ ആണ് ത്രിതല പഞ്ചായത്ത് സംവിധാനം നിലവിൽ വരുന്നത്. അപ്പോൾ CM ആരാണ്? എ.കെ. ആന്റണി ആണ്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ നമ്മൾ പിന്നീട് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസും അമെൻമെൻറ്റ്സും ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. നിങ്ങൾ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് വായിച്ചതിന് ശേഷം മാത്രം പോയാൽ മതി. വീഡിയോ കുറച്ച് സ്പീഡായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സെറ്റിങ്സിൽ പോയിട്ട്, അതായത് നമ്മുടെ റൈറ്റ് സൈഡിൽ ടോപ്പായിട്ട് നമുക്ക് ഈ സ്ക്രീനിൽ തന്നെ കാണാം യൂട്യൂബിൻ്റെ സെറ്റിങ്സ്. അപ്പോൾ അതിനകത്ത് പോയിട്ട് സ്പീഡ് കുറച്ചോ കൂട്ടിയോ ഒക്കെ ഇട്ട് കാണാനുള്ള സാഹചര്യമുണ്ട്. ഇനി സൂം ചെയ്ത് കാണണമെങ്കിൽ അതിനൊക്കെയുള്ള സാഹചര്യമുണ്ട്, അതൊക്കെ ഉപയോഗിക്കുക. ഓക്കെ, ഇനി അടുത്തത് P.K. വാസുദേവൻ നായർ, PKV എന്ന് വിളിച്ചിരുന്ന P.K. വാസുദേവൻ നായരാണ് അടുത്ത 9ാം മന്ത്രിസഭയുടെ തലവൻ. ഓക്കെ, 9ാം മന്ത്രിസഭയുടെ തലവൻ മന്ത്രിയായിരുന്നിട്ടുണ്ട്, മുഖ്യമന്ത്രി ആയിരുന്നിട്ടുണ്ട്, പ്രതിപക്ഷ നേതാവായിരുന്നിട്ടുണ്ട്. ഒരേ മന്ത്രിസഭയിൽ ഇതൊക്കെ വഹിച്ച വ്യക്തി ആരാണ്? P.K. വാസുദേവൻ നായരാണ്. അപ്പോൾ ഒരേ മന്ത്രിസഭയിൽ തന്നെ മന്ത്രിയായിരുന്നിട്ടുണ്ട്, മുഖ്യമന്ത്രി ആയിരുന്നിട്ടുണ്ട്, അവിടുത്തെ തന്നെ പ്രതിപക്ഷ നേതാവായിട്ടും അദ്ദേഹം ഇരുന്നിട്ടുണ്ട്. ഒരേ മന്ത്രിസഭയിൽ തന്നെ ഇതൊക്കെ ഈ ഒരു മന്ത്രിയായിരുന്നു, മുഖ്യമന്ത്രിയായിരുന്നു, പ്രതിപക്ഷ നേതാവ് ഒക്കെ ആയിരുന്ന ആളാണ് P.K. വാസുദേവൻ നായർ. ഏറ്റവും കൂടുതൽ തവണ കേരളത്തിൽ ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. ലോക്സഭാ മണ്ഡലമാണ്
ലോക്സഭാ മണ്ഡലം ഏറ്റവും കൂടുതൽ കേരള നിയോജക മണ്ഡലത്തിലേക്ക് MLA ആയിട്ട് തിരഞ്ഞെടുത്തത് KM മാണിയാണ്, അതാലോചിച്ചോളൂ. പക്ഷേ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി PK വാസുദേവൻ നായരാണ്. തിരുവിതാംകൂർ വിദ്യാർത്ഥി യൂണിയന്റെ സ്ഥാപക അധ്യക്ഷൻ ആണ് അദ്ദേഹം. PK വാസുദേവൻ നായർ. അപ്പം നമ്മൾക്ക് അത്രയ്ക്ക് കേട്ടുകേൾവിയൊന്നും ഇല്ലാത്ത ആൾക്കാരായാലും അവരുടെ കോൺട്രിബ്യൂഷൻസ് വളരെ വലുതാണ്. അതൊന്ന് ആലോചിച്ചോളൂ. തിരുവിതാംകൂർ വിദ്യാർത്ഥി യൂണിയന്റെ സ്ഥാപക അധ്യക്ഷൻ ആരാണ്? PK വാസുദേവൻ നായരാണ്. ഇദ്ദേഹം ഒരു പുസ്തകം രചിച്ചിട്ടുണ്ട്, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എന്നതാണ് ആ പുസ്തകം. നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ടുള്ള പോയിന്റ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളത് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യൂ കേട്ടോ. എന്നാൽ മാത്രമേ നമ്മൾക്കും വിവരങ്ങൾ കൂടുള്ളൂ. നമുക്ക് നോളജ് ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടി നമ്മളിലുള്ളിൽ ഉറയ്ക്കും. ആ ഷെയറിങ് മെൻറ്റാലിറ്റി ഉണ്ടാകുമ്പോഴാണ് മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് വിവരം ലഭിക്കുള്ളൂ. ഓക്കെ, ഇനി അടുത്തതിലേക്ക് നമുക്ക് പോകാം. CH മുഹമ്മദ് കോയ. നമുക്ക് പലർക്കും അറിയില്ല അല്ലേ, കേരളത്തിനൊരു മുസ്ലിം CM ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയില്ല. CH മുഹമ്മദ് കോയ ഏറ്റവും കുറച്ചു കാലം കേരള മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയാണ് അദ്ദേഹം. 1979 54 ദിവസം മാത്രമാണ്. നോക്കൂ, ഏറ്റവും ചെറിയ മന്ത്രിസഭയുടെ തലവൻ ആരായിരുന്നു? അല്ലെങ്കിൽ ഏറ്റവും ചെറിയ മന്ത്രിസഭയുടെ തലവൻ ആരായിരുന്നു? അത് കരുണാകരനായിരുന്നു. എന്നാൽ ഏറ്റവും കുറച്ചു കാലം മുഖ്യമന്ത്രി ആയിരുന്ന വ്യക്തി ആരാണ്? ചെറിയ വ്യത്യാസമുള്ളതിന്. പക്ഷേ CH മുഹമ്മദ് കോയയാണ് ഏറ്റവും കുറച്ചു കാലം കേരള മുഖ്യമന്ത്രി ആയിരുന്നു. കരുണാകരനാണെങ്കിൽ ഏറ്റവും ചെറിയൊരു മന്ത്രിസഭയുടെ തലവനായിരുന്നു. വ്യത്യാസമുണ്ട്. ഇവിടെ മുഖ്യമന്ത്രി മാറിപ്പോയി എന്നെഴുതി അവിടെ മന്ത്രിസഭ താഴെ വീഴില്ല. പക്ഷേ ഇവിടെ ഇദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നു ഏറ്റവും കുറച്ചു കാലം. എന്നാൽ കരുണാകരൻ എന്ന് പറഞ്ഞാൽ ആ നിയമസഭ അതോടുകൂടി രാജിവെച്ച് അടുത്ത ഒരു ഇലക്ഷനിലേക്ക് നേരിട്ട് പോവുകയാണ് ചെയ്യണേ. അങ്ങനെ വരുമ്പോൾ വ്യത്യാസമുണ്ട്. അപ്പോൾ ഏറ്റവും കുറച്ചു കാലം കേരള മുഖ്യമന്ത്രി ആയിരുന്ന വ്യക്തിയാണ്. 1979 54 ദിവസം മാത്രമാണ് അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നത്. 2 തവണ ഇദ്ദേഹം ഉപമുഖ്യമന്ത്രി ആയിരുന്ന ഏക വ്യക്തിയാണ് CH മുഹമ്മദ് കോയ. 2 തവണ ഉപമുഖ്യമന്ത്രിയായ ഏക വ്യക്തി ആരാണ്? CH മുഹമ്മദ് കോയ. ഇനി കേരളം CM ആയ ശേഷം പിന്നീട് ഉപമുഖ്യമന്ത്രിയായ വ്യക്തിയാണ്. ഇന്ന് ആരും അത് ചെയ്യില്ലല്ലേ. ചെറിയൊരു ഈഗോ പ്രശ്നമൊക്കെ ഉണ്ട്. മുഖ്യമന്ത്രി ആയിരുന്ന ഞാനെങ്ങനെ ഇനി ഉപമുഖ്യമന്ത്രിയാവും എന്നുള്ള രീതിയിലൊക്കെ. പക്ഷേ CM ആയ ശേഷം എന്ത് ചെയ്തു? അദ്ദേഹം പിന്നെയും ഉപമുഖ്യമന്ത്രിയായി ഇരുന്നിട്ടുണ്ട്. സംസ്ഥാനത്തെ ഏറ്റവും ചെറിയ അംഗസംഖ്യയുള്ള മന്ത്രിസഭയുടെ തലവനും കൂടിയായിരുന്നു. അപ്പോൾ ഏറ്റവും കുറച്ചു കാലം കേരള CM ആയിരുന്ന വ്യക്തിയുമാണ് CH മുഹമ്മദ് കോയ. അതുപോലെ തന്നെ ഏറ്റവും ചെറിയ അംഗസംഖ്യയുള്ള മന്ത്രിസഭയുടെ തലവനും കൂടിയായിരുന്നു അദ്ദേഹം. ഇനി കേരളത്തിലെ 6 മന്ത്രിസഭകളിൽ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്ത ഏക വ്യക്തി, അതായത് 6 മന്ത്രിസഭകളിൽ അദ്ദേഹം വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആദ്യത്തെ മന്ത്രിസഭയിൽ 1957 നിലയിൽ വന്ന ആദ്യത്തെ മന്ത്രിസഭയിൽ വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്നത് ആരാന്ന് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് കമൻറ്റ് ബോക്സിലിടാം. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. കേരളത്തിലെ 6 മന്ത്രിസഭകൾ, ഇവിടെ എന്താണ് CH മുഹമ്മദ് കോയ 6 മന്ത്രിസഭകളിലെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്ത ഏക വ്യക്തിയാണ്. ആര്? CH മുഹമ്മദ് കോയ. MLA ആയിരുന്നിട്ടുണ്ട്, MP ആയിരുന്നിട്ടുണ്ട്, മന്ത്രി ആയിരുന്നിട്ടുണ്ട്, ഉപമുഖ്യമന്ത്രി ആയിരുന്നിട്ടുണ്ട്, CM ആയിരുന്നിട്ടുണ്ട്, സ്പീക്കർ ആയിരുന്നിട്ടുണ്ട് എന്നീ സ്ഥാനങ്ങളൊക്കെ വഹിച്ച ഏക മലയാളി ആരാണ്? CH മുഹമ്മദ് കോയ. MLA ആയിരുന്നിട്ടുണ്ട്, MP ആയിരുന്നിട്ടുണ്ട്, മന്ത്രി ആയിരുന്നിട്ടുണ്ട്, ഉപമുഖ്യമന്ത്രി ആയിരുന്നിട്ടുണ്ട്, CM ആയിരുന്നിട്ടുണ്ട്, സ്പീക്കർ ആയിരുന്നിട്ടുണ്ട് എന്നീ സ്ഥാനങ്ങളൊക്കെ വഹിച്ച ഏക മലയാളി ആരാണ്? CH മുഹമ്മദ് കോയ. ഉപമുഖ്യമന്ത്രി ആയിരിക്കെ അന്തരിച്ച വ്യക്തിയും കൂടിയാണ് ആര്? CH മുഹമ്മദ് കോയ. ഉപമുഖ്യമന്ത്രി ആയിരിക്കെ അന്തരിച്ച വ്യക്തി ആരാണ്? CH മുഹമ്മദ് കോയ. കേരള സ്പീക്കറായ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി, കേരളത്തിലെ നിയമസഭയുടെ സ്പീക്കറായ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി CH മുഹമ്മദ് കോയ. കേരള സ്പീക്കറായ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി CH മുഹമ്മദ് കോയ. ഇദ്ദേഹത്തിൻ്റെ ഒരു കൃതിയുണ്ട്, ഞാൻ കണ്ട മലേഷ്യ. പെട്ടെന്ന് ചോദിക്കുകയാണ് ഒരു ചോദ്യത്തിൽ, ഞാൻ കണ്ട മലേഷ്യ ആരുടെ കൃതിയാണ്? CH മുഹമ്മദ് കോയ എഴുതിയ ഒരു കൃതിയെ തിരിച്ചറിയും. അപ്പം അതിനകത്ത് കുറച്ച് പൊളിറ്റിക്കൽ അഫിലിയേഷനുള്ള ടൈറ്റിലൊക്കെയുള്ള, പൊളിറ്റിക്കലി തോന്നുന്നൊരു ടൈറ്റിലൊക്കെയുള്ളൊരു ഇതൊക്കെ എടുത്തിട്ട് അതിനകത്തൊരു ഓപ്ഷനായിട്ട് ഇത് കൊടുത്തു കഴിഞ്ഞാൽ അറിയില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ റൈറ്റായിട്ട് ഗസ് ചെയ്യില്ല. ഞാൻ കണ്ട മലേഷ്യ കൃതി ആരുടെ? CH മുഹമ്മദ് കോയ. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 1-2-3 പ്രാവശ്യമൊക്കെ ഒന്ന് വായിച്ചിട്ട് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാം. പോസ് ചെയ്ത് വായിക്കാനുള്ളൊരു ഓപ്ഷൻ നമുക്കുണ്ടല്ലോ, അപ്പോൾ അത് യൂസ് ചെയ്യാം. ഇനി EK നായനാർ, അടുത്ത ആളാരാണ്? EK നായനാർ 9ാം മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. 9ാം മുഖ്യമന്ത്രിയാണ് EK നായനാർ. അദ്ദേഹം
11-ാമത്തെയും 14-ാമത്തെയും 17-ാമത്തെയും മന്ത്രിസഭയുടെ തലവനായിരുന്നു അദ്ദേഹം. കേരളത്തിലെ 11-ാമത്തെയും 14-ാമത്തെയും 17-ാമത്തെയും CM ആണ്. എന്നാൽ അദ്ദേഹം നോക്കുകയാണെങ്കിൽ 9-ാമത്തെ മുഖ്യമന്ത്രിയാണ്. കാരണം ഇതിൻ്റെ ഇടയിലൊക്കെ ആളുകൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടല്ലോ, അതുകൊണ്ട് അദ്ദേഹം 9-ാമത്തെ മുഖ്യമന്ത്രിയാണ്. ഏറ്റവും കൂടുതൽ കാലം കേരളം ഭരിച്ച മുഖ്യമന്ത്രി കണ്ടോ, ഏറ്റവും കൂടുതൽ ദിവസങ്ങൾ, ഏറ്റവും കൂടുതൽ തവണ ഭരിച്ചത് K കരുണാകരനാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ കാലം എന്ന് പറയുന്നത് എന്താ, ഏറ്റവും കൂടുതൽ ദിവസങ്ങൾ ഭരിച്ച CM ആയിട്ടിരുന്ന ഒരു വ്യക്തിയാണ് ആര്, EK നയനാർ. കയ്യൂർ സമര നായകൻ എന്നറിയപ്പെടുന്ന CM. അപ്പോൾ EK നയനാറിനെയാണ് കയ്യൂർ സമര നായകൻ എന്നറിയപ്പെടുന്ന CM. ജനകീയ ആസൂത്രണം തുടങ്ങിയ വ്യക്തി. അപ്പോൾ ഇദ്ദേഹത്തെ പറ്റി ഓർക്കുമ്പോൾ നമ്മൾ ഓർക്കണം, കയ്യൂർ സമര നായകനാണ്, അതുപോലെ തന്നെ ജനകീയ ആസൂത്രണം തുടങ്ങിയ CM ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റാണ് നമ്മുടെ അയ്യങ്കാളി എന്ന് വിശേഷിപ്പിച്ച CM ആരാണ്, EK നയനാറാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റാണ് അയ്യങ്കാളി എന്ന് വിശേഷിപ്പിച്ച, അല്ലെങ്കിൽ അയ്യങ്കാളിയെ ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന് വിശേഷിപ്പിച്ച CM. അയ്യങ്കാളിയെ ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന് വിശേഷിപ്പിച്ച CM. കേരളത്തിലെ കാലാവധി പൂർത്തിയാക്കിയ ആദ്യ മാർക്സിസ്റ്റ് CM. ഇടതുപക്ഷ ജനാധിപത്യത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് വന്ന ഒരു CM ആണ് EK നയനാർ. EMS വന്നിട്ടുണ്ട്, വേറെ കുറച്ച് ആൾക്കാരായിട്ടുണ്ട്. പക്ഷെ എന്നാലും കേരളത്തിലെ ആദ്യത്തെ കാലാവധി പൂർത്തിയാക്കിയ മാർക്സിസ്റ്റ് CM ആണ് EK നയനാർ. അത് പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, EK നയനാർ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ഭരണശ്ശേരി, കണ്ണൂരിലെ ഭരണശ്ശേരിയിലാണ് EK നയനാർ അക്കാദമി സ്ഥിതി ചെയ്യുന്നത്. ഇദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് മൈ സ്ട്രഗിൾസ്, എൻ്റെ പോരാട്ടങ്ങൾ, മൈ സ്ട്രഗിൾസ്. ഓക്കെ, EK നയനാറിൻ്റെയാണ് മൈ സ്ട്രഗിൾസ്. ഓക്കെ. കേരള നിയമസഭയിൽ CM ആയും പ്രതിപക്ഷ നേതാവായും കാലാവധി പൂർത്തിയാക്കിയ ആദ്യത്തെ നേതാവ്. ഓക്കെ, CM ആയിട്ടും പ്രതിപക്ഷ നേതാവായിട്ടും കാലാവധി പൂർത്തിയാക്കിയ ഒരു മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ 2 മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ആളാണ് EK നയനാർ. ഇനി ഇങ്ങനെ നോക്കിയേ, CM ആയിട്ടും പ്രതിപക്ഷ നേതാവായിട്ടും കാലാവധി പൂർത്തിയാക്കിയ വേറൊരു നേതാവുണ്ട്. അതാരാണ്, VS അച്യുതാനന്ദൻ. ആദ്യത്തെ നേതാവാണ് EK നയനാർ. എന്നാൽ സെക്കൻഡ് നേതാവ് എങ്ങനെ CM ആയിട്ടൊരു നിയമസഭയിൽ അല്ലെങ്കിൽ ഒരു മന്ത്രിസഭയുടെ CM ആയിട്ടും അദ്ദേഹം 5 വർഷം പൂർത്തീകരിച്ചു. പ്രതിപക്ഷ നേതാവായിട്ടും കാലാവധി 5 വർഷം പൂർത്തീകരിച്ച ആള് ആദ്യത്തെ ആൾ EK നയനാറാണെങ്കിൽ രണ്ടാമത്തെ ആള് VS അച്യുതാനന്ദൻ ആണ്. VS അച്യുതാനന്ദനൊക്കെ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ, ഇന്നത്തെ തലമുറയ്ക്കായാലും ഒരു സുപരിചിതനായിട്ടൊരു വ്യക്തിയാണ് VS അച്യുതാനന്ദൻ. ഇനി അടുത്ത് ഉമ്മൻചാണ്ടി. ഓക്കെ, ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് ശേഷം നമ്മുടെ അദ്ദേഹം പറ്റി ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ അത്ര അധികം ചെയ്യുന്നില്ല. എന്നാലും നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടുത്തെ നമ്മൾ ഈ പ്രധാനപ്പെട്ട വ്യക്തികളെ കുറിച്ചൊക്കെ പഠിക്കും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഉമ്മൻചാണ്ടിനെ കുറിച്ച് കുറച്ചും കൂടിയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. കാരണം ഇവിടെ ഒരുപാട് കാര്യം ഞാൻ ഉമ്മൻചാണ്ടിനെ കുറിച്ച് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ ഇപ്പം തന്നെ ഏകദേശം 22 മിനിറ്റായി. ഇത് വളരെ ലെങ്ത്തിലേക്ക് പോകും. ആളുകൾക്ക്, നമ്മളെ സ്റ്റുഡൻസിൻ്റെ പ്രത്യേകത എന്താണ്, ഒരു 30 മിനിറ്റിൽ കൂടുതലായി കഴിഞ്ഞ് കഴിയുമ്പോൾ തൊട്ട് നമ്മൾ ആകെ ടയേർഡായി തുടങ്ങും അല്ലേ. അപ്പോൾ നമുക്ക് മാക്സിമം ഒരു 45 മിനിറ്റ് അതൊക്കെ മതി ക്ലാസ്സുകൾ. മാക്സിമം എനിക്കൊരു 30 മിനിറ്റിനുള്ളിൽ തന്നെ തീർക്കണം എന്നാണ് ആഗ്രഹം എല്ലാ ക്ലാസ്സുകളും. അപ്പോൾ അതാണ് ഉമ്മൻചാണ്ടിനെ പറ്റി അദ്ദേഹത്തെ പറ്റി നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ, കുറച്ച് ആളുകളെ പറ്റി നമ്മൾ പറയുന്നുണ്ട്, അതുപോലെ അതിനകത്ത് അദ്ദേഹത്തെ ഉൾപ്പെടുത്തി നമുക്ക് ചെയ്യാം. ഇദ്ദേഹം 10ാമത്തെ CM ആണ്. അതായത് 19ാമത്തെയും 21ാമത്തെയും മന്ത്രിസഭകളുടെ തലവനും കൂടിയാണ് ഉമ്മൻചാണ്ടി. ലോക സാമ്പത്തിക ഫോറത്തിൽ പങ്കെടുത്ത ഏക കേരള CM ആണ് അദ്ദേഹം, ഉമ്മൻചാണ്ടി. ലോക സാമ്പത്തിക ഫോറത്തിൽ പങ്കെടുത്ത ഏക കേരള CM ആണ് ഉമ്മൻചാണ്ടി. സുതാര്യ കേരളം എന്ന പദ്ധതി നടപ്പിലാക്കിയത് വളരെ നമുക്ക് പരിചിതമുള്ളൊരു സംഭവമാണ്. പ്രത്യേകിച്ച് ദൂരദർശൻ മാത്രമേ, എൻ്റെ വീട്ടിലൊക്കെ ചെറുപ്പത്തിൽ ദൂരദർശൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞായറാഴ്ച ഒരു 7:30 എന്തോ ആ സമയത്താണ് സുതാര്യ കേരളം. മുഖ്യമന്ത്രി ഇരിക്കുന്നു, മറ്റൊരു ആളും കൂടി ഉണ്ടാവും. ഈ ഫോണിൽ നമുക്ക് കോൾ ചെയ്ത് അദ്ദേഹത്തിനോട് പല കാര്യങ്ങളും ബോധിപ്പിക്കാനുള്ള അവസരമുണ്ട്. അതുപോലെ തന്നെ പരാതികൾ വായിക്കുന്നു, അതിനുള്ള തീരുമാനങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ എന്താണെന്നൊക്കെ പറയുന്നു. ഇങ്ങനെയുള്ള വളരെ സുതാര്യത കൊണ്ടുവരാനായിട്ട്
ആ പേര് സൂചിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു ഈ സുതാര്യ കേരളം പദ്ധതി നടപ്പിലാക്കിയ CM ആണ് ആര്? ഉമ്മൻചാണ്ടി. മികച്ച പൊതുപ്രവർത്തകനുള്ള UN പുരസ്കാരം ലഭിച്ച CM ആണ് ആര്? ഉമ്മൻചാണ്ടി. ഈ ജനസമ്പർക്ക പരിപാടി സുതാര്യ കേരളം ഒക്കെ തുടങ്ങിയല്ലോ, അതൊക്കെ നമ്മുടെ അതായത് പൊതുജനങ്ങൾക്ക് ഭരണത്തിന്മേലെ വിശ്വാസം ഉണ്ടാവുകയും കാര്യങ്ങൾ നടത്തി കിട്ടാനും സുതാര്യത കൊണ്ടുവരാനൊക്കെ വേണ്ടിയിട്ട് ചെയ്ത സംഭവമാണ്. ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു മന്ത്രിനെയൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പം മികച്ച പൊതുപ്രവർത്തനങ്ങളുള്ള UN പുരസ്കാരം ലഭിച്ച CM ആരാണ്? ഉമ്മൻചാണ്ടിയാണ്. ഇനി പി ടി ചാക്കോ അദ്ദേഹത്തിൻ്റെ ഒരു ജീവചരിത്രം എഴുതിയിട്ടുണ്ട്. തുറന്നിട്ട വാതിൽ എന്നുള്ളതാണ്. തുറന്നിട്ട വാതിൽ. അത് ആരുടെയാണ്? പി ടി ചാക്കോ എഴുതിയ ഒരു ജീവചരിത്രമാണ് ഉമ്മൻചാണ്ടിയുടെ കേട്ടോ. ഓക്കെ, ജീവചരിത്രം. ശരി, അപ്പം ഇനി അടുത്ത ആളിലേക്ക് നമുക്ക് പോവാം. ആരാണത്? VS അച്യുതാനന്ദൻ. നോക്കൂ, 11ാമത്തെ CM ആണ്. 2006 മുതൽ 2011 വരെ. അദ്ദേഹം ഒരു തവണ മാത്രമേ മന്ത്രിസഭയുടെ ഇത് വന്നിട്ടുള്ളൂ. അത് മന്ത്രിസഭയുടെ തലവനായിട്ട് CM ആയിട്ട് ഇരുന്നിട്ടുള്ളൂ. 20th മന്ത്രിസഭയുടെ 20ാമത്തെ മന്ത്രിസഭയുടെ CM ആയിരുന്നു അദ്ദേഹം. 11ാമത്തെ CM കൂടിയാണ് അദ്ദേഹം. പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത CM ആണിത്. നമ്മൾ കേരള ചരിത്രത്തിലുണ്ടായ പ്രധാനപ്പെട്ട കലാപങ്ങളും യുദ്ധങ്ങളും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട സമരങ്ങളും ഒക്കെ പഠിക്കുമ്പോൾ പുന്നപ്ര വയലാറിനെ പറ്റി എന്തായാലും പഠിക്കും. അതുപോലെ തന്നെ കേരള നവോത്ഥാനത്തിൽ നമ്മൾ പുന്നപ്ര വയലാർ പല നേതാക്കളെ കുറിച്ച് പഠിക്കുമ്പോൾ, നവോത്ഥാന നായകന്മാരെ കുറിച്ച് പഠിക്കുമ്പോൾ ഒക്കെ നമ്മൾ മെൻഷൻ ചെയ്ത് പോകാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ VS അച്യുതാനന്ദൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന വ്യക്തിയാണ്. VS അച്യുതാനന്ദൻ എന്താണ്? പുന്നപ്ര വയലാറിൽ പങ്കെടുത്ത CM ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആവാൻ സാധ്യതയുണ്ട്. പുന്നപ്ര വയലാറിൽ പങ്കെടുത്ത CM VS അച്യുതാനന്ദൻ. രാജ്ഭവന് പുറത്ത് സത്യപ്രതിജ്ഞ ചെയ്ത ആദ്യ CM. സാധാരണ എവിടെയാ സത്യപ്രതിജ്ഞ ചെയ്യുക? രാജ്ഭവനിൻ്റെ ഉള്ളിലാണ്. എന്നാൽ രാജ്ഭവന് പുറത്ത് വെച്ച് സത്യപ്രതിജ്ഞ ചെയ്ത ആദ്യത്തെ CM ആണിത്. കേരള പിറവിയുടെ സുവർണ ജൂബിലി സമയത്തെ CM ആരാണ്? VS അച്യുതാനന്ദനാണ്. ഇദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് സമരം തന്നെ ജീവിതം. വളരെ ഫേമസ് ആണ് ആത്മകഥ. VS അച്യുതാനന്ദൻ്റെ ആത്മകഥ സമരം തന്നെ ജീവിതം. മറ്റു കൃതികളുണ്ട്. അയ്യങ്കാളി മുതൽ ഒരുപാട് തവണ ചോദിച്ചൊരു ചോദ്യമാണിത്. അയ്യങ്കാളി മുതൽ പശ്ചിമഘട്ടം വരെ ആരുടെ കൃതിയാണ്? അല്ലെങ്കിൽ അയ്യങ്കാളി മുതൽ പശ്ചിമഘട്ടം വരെ VS അച്യുതാനന്ദൻ്റെ കൃതിയാണ്. അയ്യങ്കാളി മുതൽ പശ്ചിമഘട്ടം വരെ വളരെ പ്രധാനപ്പെട്ടത് ആരുടെ കൃതിയാണ്? VS അച്യുതാനന്ദൻ. സമരത്തിന് ഇടവേളകൾ ഇല്ല. ഇരകൾ വേട്ടയാടപ്പെടുമ്പോൾ ഇടപെടലുകൾ അവസാനിക്കുന്നില്ല. ഈ ഇരകൾ വേട്ടയാടപ്പെടുമ്പോൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇരകൾ വേട്ടയാടപ്പെടുമ്പോൾ അതുപോലെ തന്നെ ഇടപെടലുകൾ അവസാനിക്കുന്നില്ല. ഓക്കെ, ഇതൊക്കെയാണ് VS അച്യുതാനന്ദനെ പറ്റി പ്രധാനപ്പെട്ടതായിട്ട് നമുക്ക് പഠിക്കേണ്ട. കൂടുതൽ പോയിന്റ്സ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ എന്തെങ്കിലും കൂടുതലായിട്ട് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ഒരു ടോപ്പിക്കിനെ സംബന്ധിച്ച് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറയാം. നമുക്ക് എത്ര ചെറിയൊരു ടോപ്പിക്കാണെങ്കിലും പെട്ടെന്നൊരു വീഡിയോ ആയിട്ടൊക്കെ അത് പബ്ലിഷ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് പോകാം. തീർച്ചയായും നിങ്ങൾ വായിച്ചതിന് ശേഷം മാത്രം 3 പ്രാവശ്യമൊക്കെ മിനിമം വായിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക? കണ്ടിന്യൂ ചെയ്യുക കേട്ടോ. പിന്നെ ഞാൻ മറ്റൊരു കാര്യം പറയട്ടെ. ഇതിനകത്ത് ഇപ്പോൾ VS അച്യുതാനന്ദൻ കഴിഞ്ഞിട്ട് നേരെ നമുക്ക് പിണറായി വിജയനെയാണ് കാണാൻ പറ്റുക. അതിൻ്റെ അർത്ഥം പിണറായി വിജയനാണ് പിന്നീട് വന്ന മന്ത്രി എന്ന് വിചാരിക്കരുത്. VS അച്യുതാനന്ദൻ കഴിഞ്ഞിട്ട് നമുക്കറിയാം ആരാ വന്നത്? ഉമ്മൻചാണ്ടി വന്നിട്ടുണ്ട്. ഓക്കെ, ഉമ്മൻചാണ്ടി CM ആയിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഈ പിണറായി വിജയന് മുമ്പും VS അച്യുതാനന്ദൻ്റെ ഇടയിലും വേറെ ആൾക്കാരുണ്ട്. അപ്പോൾ തീർച്ചയായും അത് നിങ്ങൾ ഓർക്കണം. ഞാൻ ഓർഡറിൽ ഇട്ടിരിക്കുന്നത് എന്താണ്? റെപ്പറ്റീഷൻ ഒഴിവാക്കിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തീർച്ചയായും കഴിഞ്ഞ വീഡിയോയുടെ ഒരു തുടക്ക ഭാഗത്തായിട്ട് മുഖ്യമന്ത്രിമാരെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു ഓർഡറായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 23 മന്ത്രിമാരുടെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. റെപ്പറ്റീഷനും ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് പോയി തീർച്ചയായും നിങ്ങൾ നോക്കണം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. VS അച്യുതാനന്ദൻ കഴിഞ്ഞിട്ട് പിണറായി വിജയനാന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. അതിൻ്റെ ഇടയിൽ ഉമ്മൻചാണ്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് നിങ്ങളത് വളരെ കാര്യമായിട്ട് ആദ്യം ആ ഓർഡർ അതാണ് ഞാൻ പറഞ്ഞ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് മാത്രം ഈ വീഡിയോയിലേക്ക് വരാം. അതല്ലാന്നുണ്ടെങ്കിൽ ആകെ കൺഫ്യൂഷനായിട്ട് മാറും കേട്ടോ. ഞാൻ ഈ 14ാമത്തെ 15ാമത്തെ 13ാമത്തെ 14ാമത്തെ 8ാമത്തെ 16ാമത്തെ 18ാമത്തെ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷനാവും. അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. 12th person to become CM എന്ന് പറഞ്ഞാൽ എന്താ? 12ാമത്തെ CM ആണ് എന്നല്ല, 12ാമത്തെ വ്യക്തിയാണ് കേരളത്തിൽ CM ആകുന്നത്. ഇതിൻ്റെ ഇടയിൽ കെ കരുണാകരൻ 4 പ്രാവശ്യം ആയിട്ടുണ്ട്, ഇ കെ നായനാരൻ 3 പ്രാവശ്യം ആയിട്ടുണ്ട്, അതുപോലെ തന്നെ പിണറായി വിജയൻ തന്നെ 2 പ്രാവശ്യം ആയിട്ടുണ്ട്. അപ്പോൾ അവരൊന്നും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പിന്നെയും പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഒരേ ഡാറ്റ തന്നെയല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് 12ാമത്തെ
എന്താണ് 12ാമത്തെ മുഖ്യമന്ത്രിയാണ്, അല്ലെങ്കിൽ 12ാമത്തെ മുഖ്യമന്ത്രിയാണ് എന്ന് പറഞ്ഞാൽ എന്താ, CM ആകുന്ന 12ാമത്തെ വ്യക്തിയാണ്. ഓക്കെ, പക്ഷെ അദ്ദേഹം 22ാമത്തെ, ഈ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആകുമ്പോൾ അദ്ദേഹം 22ാമത്തെയും 23ാമത്തെയും മുഖ്യമന്ത്രിയായിട്ടാണ് ഇരിക്കുന്നത്. ഇത് 23rd എന്ന് പറഞ്ഞപ്പോൾ അത് മലയാളം ആയിപ്പോയതാണ്. സോ 22nd 23rd മുഖ്യമന്ത്രി ആയിരുന്നത് ആരാണ്? പിണറായി വിജയനാണ്. എന്നാൽ 14ാമത്തെയും 15ാമത്തെയും നിയമസഭയുടെ CM, ഓക്കെ, 14, 15 നിയമസഭയുടെ CM. ഇപ്പം ഇതിനകത്ത് എന്താണെന്ന് അറിയാമോ, ഇപ്പോൾ ഒരു മന്ത്രിസഭ താഴെ വീണു എന്ന് വിചാരിക്കുക, അത് പിരിച്ചുവിടുകയോ രാജിവെക്കുകയോ അങ്ങനെയൊക്കെ സംഭവിച്ചു, ഒരു മന്ത്രിസഭ താഴെ വീണ് അടുത്ത മന്ത്രിസഭയ്ക്ക് പിന്നെ അടുത്തൊരു 5 വർഷം ഭരിക്കാൻ കിട്ടുകയല്ല ചെയ്യണേ. ഈ മന്ത്രിസഭയുടെ ബാക്കിയുള്ള കാലാവധിയാണ് ആ മന്ത്രിസഭ ഭരിച്ചു തീർക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം 15 തവണ ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ആണ് ഇലക്ഷൻ മെയിനായിട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ എന്നിരുന്നാലും 22nd 23rd മുഖ്യമന്ത്രി ആയിരുന്നത് പിണറായി വിജയനാണ്. അങ്ങനെയാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. 12ാമത്തെ വ്യക്തിയാണ്, CM ആകുന്ന 12ാമത്തെ വ്യക്തിയാണ്. എന്നാൽ 14, 15 നിയമസഭയുടെ CM ആണ്. 16 ഇലക്ഷൻസ് നടന്നിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ട്, പോയി കാണാം. ഓക്കെ, സംസ്ഥാന രൂപീകരണത്തിൻ്റെ 60ാം വാർഷിക സമയത്ത് CM, സുവർണ ജൂബിലിയുടെ സമയത്ത് ആരാണ്? VS അച്യുതാനന്ദനാണ്. 60ാം വാർഷിക സമയത്ത് CM ആരാണ്? പിണറായി വിജയനാണ്. അതിൻ്റെ ആഘോഷ പരിപാടിയാണ് നമ്മൾ വജ്ര കേരളം എന്ന പേരിട്ട് വിളിച്ചത്. ഇദ്ദേഹത്തിൻ്റെ മണ്ഡലം ധർമ്മടമാണ്. പിണറായി വിജയൻ്റെ മണ്ഡലം ധർമ്മടമാണ്. ലണ്ടൻ ഓഹരി വിപണി വ്യാപാരത്തിന് തുറന്നു കൊടുത്ത ആദ്യത്തെ ഇന്ത്യൻ CM ആണ്. കേരള CM മാത്രമല്ല, ഇന്ത്യയിലൊരു CMന് അതുപോലത്തെ ഒരു റെക്കഗ്നേഷൻ കിട്ടിയത് വേറെ ആർക്കുമില്ല. ലണ്ടൻ ഓഹരി വിപണി വ്യാപാരത്തിന് തുറന്നു കൊടുത്ത ആദ്യ ഇന്ത്യൻ CM ആണ് പിണറായി വിജയൻ. ഇനി രാജ്ഭവന് പുറത്തു വെച്ച് അധികാരമേറ്റ രണ്ടാമത്തെ CM, ആദ്യത്തെ CM ആരാണ്? VS അച്യുതാനന്ദൻ. രാജ്ഭവന് പുറത്തു വെച്ച് സത്യപ്രതിജ്ഞ ചെയ്ത രണ്ടാമത്തെ CM പിണറായി വിജയൻ. നിയമസഭയ്ക്ക് പുറത്തു വെച്ച് സത്യപ്രതിജ്ഞ ചെയ്ത നിയമസഭാംഗം ഉണ്ട്, അത് മത്തായി ചാക്കോ ആണ്. ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ വെച്ചാണ് അദ്ദേഹം എന്ത് ചെയ്തത്? സത്യപ്രതിജ്ഞ ചെയ്തത്. അതാണ് മത്തായി ചാക്കോ. അദ്ദേഹം CM അല്ല, അദ്ദേഹം ഒരു നിയമസഭാംഗം മാത്രമാണ്. മന്ത്രിയോ CMO ഒന്നുമല്ല, നിയമസഭാംഗം. അതായത് നിയമസഭയ്ക്ക് പുറത്തു വെച്ച് സത്യപ്രതിജ്ഞ ചെയ്ത നിയമസഭാംഗം ആരാണ്? മത്തായി ചാക്കോ. എന്നാൽ രാജ്ഭവന് പുറത്തു വെച്ച അധികാരമേറ്റ രണ്ടാമത്തെ CM ആരാണ്? പിണറായി വിജയൻ. ആദ്യത്തെ VS അച്യുതാനന്ദൻ. ഓക്കെ, ഇനി അടുത്ത ഒരു സ്ലൈഡിലേക്ക് നമുക്ക് പോകാം. ഉപമുഖ്യമന്ത്രിമാരെ പറ്റി നമുക്ക് അധികം ഉപമുഖ്യമന്ത്രിമാരെ കുറിച്ചൊന്നും പഠിക്കാനില്ല. ആരാണ്? വെറും 3 പേരാണ് നമുക്ക് മെയിനായിട്ട് ഉപമുഖ്യമന്ത്രിമാരായിട്ട് ഇരുന്നിട്ടുള്ളൂ. ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, സോറി. R ശങ്കർ ഇരുന്നിട്ടുണ്ട്. CH മുഹമ്മദ് കോയ, അബു ഖാദർ നഹ. ഈ 3 പേരാണ് നമുക്ക് ഉപമുഖ്യമന്ത്രിമാരായിട്ട് ഉണ്ടായിരുന്നത്. R ശങ്കർ ഏത് മന്ത്രിസഭയുടെ ആയിരുന്നു? ആദ്യത്തെ മന്ത്രിസഭ, EMS മന്ത്രിസഭയുടെ. ഈ R ശങ്കർ എന്ന് പറഞ്ഞ ആൾ കോൺഗ്രസ് ആണ്. പക്ഷേ എങ്കിൽ പോലും ആ മന്ത്രിസഭയുടെ ഉപമുഖ്യമന്ത്രിയായിട്ട് ആയിരുന്നിട്ടുണ്ട് R ശങ്കർ. R ശങ്കറിനെ പറ്റി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് അദ്ദേഹം കൈകാര്യം ചെയ്ത വകുപ്പ് ഏതാണെന്ന് ഞാൻ പറയുന്നുണ്ട്, ഓർമ്മയുള്ളവർക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. CH മുഹമ്മദ് കോയ കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം CM ആണ്. ഒരു മുസ്ലിം CM ഉണ്ടായിട്ടുള്ളൂ. അതുപോലെ തന്നെ ഒരുപാട് പോയിന്റ്സ് ഈ ക്ലാസ്സിൽ തന്നെ നമ്മൾ കണ്ടു. അബു ഖാദർ നഹ. ഓക്കെ, ആദ്യ ഉപമുഖ്യമന്ത്രി R ശങ്കറാണ്. ഏറ്റവും കൂടുതൽ കാലം ഉപമുഖ്യമന്ത്രി ആയിരുന്ന വ്യക്തി അബു ഖാദർ കുട്ടി നഹ. അബു ഖാദർ കുട്ടി നഹ. ഓക്കെ, 2 വട്ടം ഉപമുഖ്യമന്ത്രിയായിരുന്നു. ഉപമുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ തന്നെ മരിച്ചു. അതുപോലെ തന്നെ മുഖ്യമന്ത്രി ആയതിനു ശേഷം ഉപമുഖ്യമന്ത്രിയായി. ഇതൊക്കെ ആരാണ്? CH മുഹമ്മദ് കോയ. ഓക്കെ, അപ്പോൾ ഈ 3 പേരെ പറ്റി വളരെ നന്നായി പഠിക്കുക. R ശങ്കർ, CH മുഹമ്മദ് കോയ, അബു ഖാദർ നഹ. ഓക്കെ, ഇവരൊക്കെയാണ് പ്രധാനപ്പെട്ട ഉപമുഖ്യമന്ത്രി. ഇതിനകത്ത് നോക്കിയാൽ R ശങ്കറും CH മുഹമ്മദ് കോയൊക്കെ ഉപമുഖ്യമന്ത്രി ആയതിനു ശേഷം അവർ മുഖ്യമന്ത്രി ആയിട്ടുണ്ട്. എന്നാൽ അബു ഖാദർ നഹ എന്തായിട്ടില്ല? ഉപമുഖ്യമന്ത്രി ആയതിനു ശേഷം എന്തായിട്ടില്ല? അദ്ദേഹം മുഖ്യമന്ത്രി ആയിട്ടില്ല. ഓക്കെ, അപ്പോൾ അതൊക്കെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ് ചെയ്യണത്. ഇനി എനിക്ക് തോന്നുന്നു ഇതോടുകൂടി ഇതിവിടെ അവസാനിക്കുകയാണ്. ഞാൻ താങ്ക്സ് എഴുതിയിട്ടില്ല എങ്കിൽ പോലും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റിന് സ്കോപ്പ് ഉണ്ടെങ്കിൽ അതൊക്കെ രേഖപ്പെടുത്തുക. കൂടുതൽ പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തുക. ഇനി നമ്മൾ അടുത്ത ക്ലാസ് നമ്മളുടെ നാളെ പബ്ലിഷ് ചെയ്യാൻ പോകുന്ന ക്ലാസ് ഇംഗ്ലീഷിൻ്റെ ആയിരിക്കും. ഇംഗ്ലീഷിൻ്റെ ആദ്യത്തെ ടെൻസ് ആണ് തുടങ്ങുന്നത്. അപ്പോൾ ഇംഗ്ലീഷൊക്കെ നമുക്കറിയാം, പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂളായിട്ട് മാർക്കുകൾ സ്കോർ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് ഈ മലയാളം, ഇംഗ്ലീഷ്, കണക്ക് ഒക്കെ. അപ്പോൾ അത് കാരണം കൊണ്ട് അത് ആദ്യമേ
തന്നെ കാണുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ താല്പര്യമുള്ളവരൊക്കെ പേജ് അല്ല ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.